പ്രൊജക്റ്റ് വെച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: an object of mass 5 kg is projected with a velocity of 20 meter per second at an angle of 60 degree to the horizontal. At the highest point of its fall, the projectile explodes and breaks up into two fragments of mass 1 kg and 4 kg. The fragments separate horizontally after explosion. The explosion releases its internal energy such that kinetic energy of the system at the highest point is doubled. Calculate the separation distance between two fragments and reach the ground. അതായത് ഒന്നുമല്ല പറഞ്ഞിട്ടുള്ളത്, ഒരു ബോഡി ആംഗിൾ എത്ര വന്നിട്ടുള്ളത് 60 ഡിഗ്രി ഹൊറിസോണ്ടലിനായിട്ട് മേക്ക് ചെയ്തിട്ട് ഒരു ബോഡി പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര? 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ. എന്നിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഹയസ്റ്റ് പോയിന്റിൽ എത്തിയപ്പോൾ അത് 2 പാർട്ടായിട്ട് എക്സ്പ്ലോഡ് ചെയ്തു. എന്നിട്ട് 2 പാർട്ടും എന്താണ്, ഒരു ഹൊറിസോണ്ടൽ സെപ്പറേഷൻ വന്നു. ഓക്കെ, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ സെപ്പറേഷൻ, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ്. ഈ സെപ്പറേഷൻ ഡിസ്റ്റൻസ്, അതായത് ഫസ്റ്റ് പാർട്ടിക്കിൾ ഇവിടെ വന്നു, സെക്കൻഡ് പാർട്ടിക്കിൾ ഇവിടെ വന്നു, ഈ ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദ്യം. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഹയസ്റ്റ് പോയിന്റിലുള്ള കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഇനീഷ്യൽ പോയിന്റിൻ്റെ ഡബിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ എനർജി കൈനറ്റിക് എനർജി ഓഫ് സിസ്റ്റം ഹയസ്റ്റ് പോയിന്റ് ഈസ് ഡബിൾ. ഹയസ്റ്റ് പോയിന്റിൽ ഡബിളായിന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് എന്താ? ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ 2 മാസം എത്രയും തന്നിട്ടുണ്ട്. അതായത് എക്സ്പ്ലോഡ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിട്ടുള്ള മാസം എന്ന് പറഞ്ഞാൽ 5 കിലോ ഉണ്ടായിരുന്ന സാധനം എന്തായി 1 kg 4 kg ആയിട്ട് ആണ് സ്പ്ലിറ്റ് ആയി പോയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. മാസം എത്ര? 5 kg, ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ആൽഫ 60 ഡിഗ്രി. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എഴുതി, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എഴുതി. ഇനി നമുക്കറിയാം എപ്പോഴും പ്രൊജക്റ്റിൻ്റെ കേസിൽ ഹയസ്റ്റ് പോയിന്റ് എത്താൻ എടുക്കുന്ന ടൈം തന്നെയാണ് ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് താഴത്തോട്ട് വീഴാനുള്ള ടൈം. അപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതിയത്? ടൈം ടേക്കൻ ടു റീച്ച് ദ ഹയസ്റ്റ് പോയിന്റ് ഈക്വൽ ടു ടൈം ടേക്കൻ ടു റീച്ച് ദ ഗ്രൗണ്ട് ഫ്രം ദി ഹയസ്റ്റ് പോയിന്റ്. അത് എഴുതി. ഇനി നമുക്കറിയാം ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 2u sin θ ബൈ g. നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ എടുക്കാനുള്ള ടൈം എത്രയാണ്? u sin θ ബൈ g, സൈൻ ആൽഫ ബൈ g. u sin ആൽഫ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10√3 നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 10√3 ബൈ g 9.8 എടുത്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ടൈം എന്ന് പറഞ്ഞാൽ 1.77 സെക്കൻഡ്. അതായത് ഇവിടുന്ന് ഇവിടം വരെ പ്രൊജക്റ്റ് ആവാനും ഇവിടുന്ന് വരെ പ്രൊജക്റ്റ് ചെയ്യാനും എടുക്കുന്ന ടൈം എത്രയാണ്? 1.7. ടോട്ടൽ. അപ്പോൾ ഇതിൻ്റെ മൊത്തം ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് m സ്പ്ലിറ്റ് ഇൻ ടു 2 പാർട്സ് മാസസ്, അതായത് 1 kg 4 kg ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് ദർ വെലോസിറ്റീസ് ആർ v1 ആൻഡ് v2. അതായത് ഇവിടെ എത്തിയതിന് ശേഷം എന്താണ്, എന്തൊക്കെ വെലോസിറ്റിയിലാണ്? ഒന്ന് v1 എന്നുള്ള, ഇത് v2 എന്നുള്ള വെലോസിറ്റിയും ഫസ്റ്റത്തത് v1 എന്നുള്ള വെലോസിറ്റിയും, 2 വെലോസിറ്റി ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യണം. അതായത് നമ്മൾ ഇന്നലെ പഠിച്ചത് സെക്കൻഡ് കേസ് പറഞ്ഞു, അതായത് ടോപ്പിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യണ പോലെ അങ്ങനെ എടുക്കാൻ പറ്റും നമുക്ക് 2 കേസായിട്ട്. ഓക്കെ, ഇനി നമുക്കറിയാം അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അനുസരിച്ച് എന്താണ്, മൊമെൻറ്റം ബിഫോർ കൊളിഷൻ വിൽ ബി ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ ആയിരിക്കും. അപ്പോൾ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? mu cos θ, ലീനിയർ മൊമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനുകളിൽ നോക്കാം. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലത്തെ ഇനീഷ്യൽ മൊമെൻ്റ് എന്താ? m ഇൻറ്റു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. m ഇൻറ്റു എന്താണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി mu cos θ. ഇനി ഇവിടെയുള്ള വെലോസിറ്റി എത്രയാണ്? മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ, ജസ്റ്റ് കൊളിഷൻ കഴിഞ്ഞാൽ എന്താണ്? ഒരെണ്ണം v1 വെലോസിറ്റിയിലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ പോകും, ഒന്ന് v2 വെലോസിറ്റിയും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ പോകും. നമ്മുടെ സെക്കൻഡ് കേസ്. അപ്പോൾ എന്താണ്? അതെന്താണ്? 2 മാസങ്ങളോടെ എന്താണ്? m1 v1 പ്ലസ് m2 v2. അത് നമുക്ക് ചെയ്യുമ്പോൾ എന്താണ്? m1 1 തന്നിട്ടുണ്ട്, m2 4 തന്നിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ്? ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി തന്നിട്ടുള്ള എന്താണ്? ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, ഹയസ്റ്റ് പോയിന്റ് എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി എന്താണെന്ന് പറഞ്ഞിട്ട് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ ഡബിളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി എന്താണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്താണ്? ½ mu cos θ സ്ക്വയർ cos ആൽഫ സ്ക്വയർ. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 250 ജൂൾ കിട്ടും. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ്. എത്രയെന്ന് അറിയാം? 500 ജൂളാണ്. അതായത് ഹയസ്റ്റ് പോയിന്റിൽ. ഓക്കെ, കാര്യങ്ങൾ ഓക്കെ. ഇനി നമുക്ക് എന്താ അറിയാം?
ഇനീഷ്യൽ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, അല്ല ഹയസ്റ്റ് പോയിന്റ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. അത് എത്രയെന്ന് നമുക്ക് കണ്ടുപിടിച്ചു, നേരത്തെ 500 കണ്ടുപിടിച്ചു. ഇനി m1ഉം m2 എത്രയെന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു ഇക്വേഷൻ എന്ത് കിട്ടി, v1 സ്ക്വയർ പ്ലസ് 4v2 സ്ക്വയർ = 1000 എന്ന് കിട്ടി. അങ്ങനെ ഇപ്പോൾ രണ്ട് സൊല്യൂഷൻ നമ്മൾ ഇത് സെക്കൻഡ് ഇക്വേഷൻ എഴുതി. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, v1 = 30 m/s എന്ന് കിട്ടും, v2 എത്ര കിട്ടും, 5 m/s എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദ്യം സെപ്പറേഷൻ ബിറ്റ്വീൻ ദം ആണ്. എങ്ങനെ നമ്മൾ സെപ്പറേഷൻ കണ്ടുപിടിക്കുക? സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാം ഇതെന്താണ്, രണ്ട് റേഞ്ച് ആക്കി എടുത്തൂടെ. അതായത് v1 കാരണം ഉണ്ടാവുന്ന റേഞ്ച് മൈനസ് v2 കാരണം ഉണ്ടാവുന്ന റേഞ്ച് എന്ന് പറയാം. v1 കാരണം ഉണ്ടാവുന്ന റേഞ്ച് എത്രയാണ്, v1 ഇൻറ്റു, അതായത് ഹൊറിസോണ്ടൽ ഈ ടോപ്പ് ഇവിടെ ഈ കേസ് നമ്മൾ ഒഴിവാക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കേസ് മാത്രം എടുക്കുക, ഇതിനെ മാത്രം റേഞ്ച് ആക്കി എടുക്കുക. അവിടെ എന്താണ് v1 ഇൻറ്റു ഇവിടേക്ക് എടുക്കുന്ന ടൈമാണ് എന്ത്, v1 മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ്. v2 ഇൻറ്റു ഇങ്ങോട്ട് എടുക്കാനുള്ള ടൈം എത്രയാണ്, അതേ ഇൻറ്റു ചെയ്യുമ്പോൾ v2 ഇൻറ്റു t ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ ഡിസ്റ്റൻസ് കിട്ടുക. അത് രണ്ടും ഡിഫറൻസ് എടുത്താൽ നമുക്ക് കിട്ടില്ല. അതാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. എന്താണ്, v1 ഇൻറ്റു t മൈനസ് v2 ഇൻറ്റു t. അതിനെ നമ്മൾ എന്ത്, t ഇൻറ്റു v1 മൈനസ് v2 എന്ന് എഴുതി. ഈക്വൽ ടു എന്താണ്, 30 മൈനസ് 5 ഇൻറ്റു 1.77. നമുക്ക് എന്ത് കിട്ടി, ഉത്തരം കിട്ടി. ഇതാണ് ഈ പ്രോബ്ലം. ഇത് കഴിഞ്ഞ സെം എക്സാമിന് വന്നാണ്, കുറച്ച് ചിന്തിച്ച് ചെയ്യേണ്ട പ്രോബ്ലമാണ്. ഓക്കെ.